ഹരേ കൃഷ്ണ. ഇന്ന് നമുക്ക് ശ്രീകൃഷ്ണൻ്റെ അവതാരകഥ ഒന്ന് കേട്ടാലോ. ഭാഗവത സപ്താഹത്തിലുമൊക്കെ ശ്രീകൃഷ്ണൻ്റെ അവതാരകഥ വർണ്ണിക്കുന്ന ദിവസം വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. അതുപോലെ നാരായണീയത്തിലാണെങ്കിലും നമ്മൾ എന്തെങ്കിലും ഇഷ്ടകാര്യ ലബ്ധിക്കായിട്ട് വായിക്കുന്ന ഒരു ഭാഗമാണ് ശ്രീകൃഷ്ണൻ്റെ അവതാര ആ ദശകം. അപ്പോൾ നമ്മളിത് കേൾക്കുന്നത് വളരെയധികം അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ശ്രീകൃഷ്ണൻ്റെ അവതാരകഥ എങ്ങനെയാണെങ്കിലും, ഇനി കീർത്തനമായിട്ടാണെങ്കിലും സപ്താഹത്തിൽ ഭാഗവത പാരായണമായിട്ടാണെങ്കിലും കഥയായിട്ടാണെങ്കിലും ഒക്കെ കേൾക്കുന്നത് വളരെ അനുഗ്രഹം തരുന്ന ഒരു കാര്യമാണ്. അപ്പം നമുക്ക് എന്തെങ്കിലും ഇഷ്ടകാര്യ ലബ്ധിക്കായിട്ടും ഒക്കെ ഈ ഒരു കഥ കേൾക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ശ്രീകൃഷ്ണൻ്റെ അവതാരകഥ ഒന്ന് കേട്ടാലോ. മൂന്നാമത്തെ യുഗമായ ദ്വാപര യുഗത്തിൻ്റെ അവസാന കാലത്താണ് ശ്രീകൃഷ്ണൻ്റെ അവതാരം ഉണ്ടായത്. ദേവാസുര യുദ്ധത്തിൽ വധിക്കപ്പെട്ട അസുരന്മാരിൽ പലരും കർമ്മഫലം എന്നൊന്നുണ്ടല്ലോ, അത് അനുഭവിച്ച് തീരാത്തവരാകയാൽ അവർ രാജവംശങ്ങളിൽ വന്ന് വീണ്ടും ഭൂമിയിൽ തന്നെ ജനിക്കാനിടയായി. അവരിൽ കാലനേമി എന്ന് പറയുന്ന ഒരു അസുരനുണ്ടായിരുന്നു. ഉഗ്രസേനന്റെ പുത്രനായിട്ട് കംസൻ എന്ന പേരിൽ ആ കാലനേമി എന്ന അസുരൻ വീണ്ടും ജനിക്കുകയുണ്ടായി. ഇപ്രകാരമുള്ള രാജാക്കന്മാരാൽ തനിക്കുണ്ടായ ഭാരം സഹിക്കാതെ വന്ന ഭൂമിദേവി ഒരു പശുവിൻ്റെ രൂപത്തിൽ ബ്രഹ്മാവിൻ്റെ അടുത്ത് ചെന്നിട്ട് തൻ്റെ സങ്കടം അറിയിച്ചു. ബ്രഹ്മാവ് എന്തു ചെയ്തു? ഒട്ടും താമസിക്കാതെ ഭൂമിദേവിയോടും പരമശിവൻ, മറ്റു ദേവന്മാർ എന്നിവരോടും കൂടി പാൽക്കടൽ, പാലാഴിയാണേ, അതിൻ്റെ തീരത്ത് ചെന്നിട്ട് പുരുഷോത്തമനായ ശ്രീ മഹാവിഷ്ണുവിൻ്റെ പുരുഷ സൂക്തം എന്ന വേദമന്ത്രം കൊണ്ട് സ്തുതിച്ചു. സന്തുഷ്ടനായ ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവിന് ലഭിച്ച മറുപടി എന്തെന്നാൽ, താൻ മധുരാപുരിയിൽ ശൂരസേനപുത്രനായ വസുദേവരുടെയും ഉഗ്രസേനപുത്രിയായ ദേവകിയുടെയും പുത്രനായിട്ട് ജനിച്ച് ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് ഭൂമിദേവിക്കുണ്ടായ ദുഃഖം തീർത്തുകൊള്ളാമെന്നായിരുന്നു. ആ അവസരത്തിൽ തന്നെ സേവിക്കുന്നതിനായിട്ട് ദേവന്മാർ ഗോപന്മാരായും ദേവസ്ത്രീകൾ ഗോപസ്ത്രീകളായും സ്വാംശങ്ങൾ കൊണ്ട് ഭൂമിയിൽ ജനിക്കണമെന്ന നിർദ്ദേശവും ഭഗവാൻ നൽകി. ഈ ഒരു സന്തോഷ വാർത്ത ബ്രഹ്മാവിൽ നിന്നും ശ്രവിച്ച ഭൂമിദേവിയും ദേവന്മാരും സന്തുഷ്ടന്മാരായി മടങ്ങിപ്പോയി. ഭഗവാന്റെ അവതാരവും പ്രതീക്ഷിച്ച് അവരെല്ലാവരും കാത്തിരുന്നു. ഉഗ്രസേന പുത്രനായ കംസൻ തൻ്റെ പ്രിയ സഹോദരിയായ ദേവകിയെ മധുരാധിപനായ ശൂരസേനന്റെ പുത്രനായ വസുദേവർക്ക് വിവാഹം ചെയ്തു കൊടുക്കുവാൻ തീരുമാനിച്ചു. വളരെ ആർഭാടത്തോടു കൂടിയായിരുന്നു ആ വിവാഹം നടത്തപ്പെട്ടത്. സഹോദരിയോടുള്ള വാത്സല്യം മൂലം കംസൻ തന്നെയായിരുന്നു നവദമ്പതിമാരുടെ രഥത്തിൻ്റെ സാരഥിയായിട്ടിരുന്നത്. അപ്രകാരം സന്തോഷത്തോടുകൂടി രഥം തെളിയിച്ചുകൊണ്ടിരുന്ന കംസന്റെ കാതുകളിൽ പെട്ടെന്ന് ഒരു അശരീരി കേൾക്കുമാറായി. അല്ലയോ ദുഷ്ടനായ കംസ, ഈ ദേവകിയുടെ 8ാമത്തെ പുത്രൻ നിന്റെ അന്തകനായിരിക്കും എന്നായിരുന്നു ആ അശരീരി വാക്ക്. അത് കേട്ട മാത്രയിൽ രോക്ഷാകുലനായി തീർന്ന കംസൻ ദേവകിയെ വധിക്കുവാനായി ഉറിയിൽ നിന്നും വലിച്ചെടുത്ത് വാളോങ്ങിക്കൊണ്ട് അവളുടെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചു. അത് കണ്ട് പരിഭ്രാന്തി പൂണ്ട വസുദേവര് കംസന്റെ ക്ഷോഭം അടക്കുവാനായിട്ട് പല പല സാന്ത്വനവാക്കുകളും പറഞ്ഞു നോക്കി. എന്നാൽ അതുകൊണ്ടൊന്നും കംസന്റെ കോപം അടങ്ങിയില്ല. ഒടുവിൽ ദേവകി പ്രസവിക്കുന്ന ഓരോ കുഞ്ഞിനെയും കംസന് സമർപ്പിച്ചു കൊള്ളാമെന്ന വസുദേവരുടെ ശബ്ദം കേട്ട് ക്രോധം തൽക്കാലം ശമിച്ച് കംസൻ ദമ്പതികളെ വിട്ടയച്ച് സ്വഗ്രഹത്തിലേക്ക് പോയി. ദേവകി വസുദേവന്മാരും കംസനെ പ്രശംസിച്ച് സ്വന്തം ഗൃഹത്തിലേക്ക് യാത്രയായി. അനന്തരം ദേവകി ആദ്യമായിട്ട് പ്രസവിച്ച പുത്രൻ വസുദേവർ ആ പുത്രനെ കംസന് സമർപ്പിച്ചു. കംസൻ ചോദിച്ചു, ഇവന് നാമകരണം ചെയ്തുവോ ആവോ? ഉടനെ മറുപടി പറഞ്ഞു, ഊവ്, ഇവന്റെ നാമം കീർത്തിമാൻ എന്നാണ് നാം ഇട്ടിരിക്കുന്നത്. വസുദേവരുടെ സത്യസന്ധതയിൽ സന്തുഷ്ടനായ കംസൻ 8ാമത്തെ പുത്രനാണല്ലോ തൻ്റെ അന്തകനെന്നും അതിനാൽ ഈ ശിശുവിനെ എന്തിനു വധിക്കണമെന്നും ഒക്കെ വിചാരിച്ചിട്ട് അതിനെ വസുദേവർക്ക് തിരിച്ചു കൊടുത്തു.
വസുദേവര് അത്യധികം സന്തോഷത്തോടെ ശിശുവിനെയും കൊണ്ട് ദേവകി സമീപത്ത് എത്തി. ദേവകിക്കും അതിരറ്റ സന്തോഷമായി. തൻ്റെ കുഞ്ഞിനെ തിരികെ കിട്ടിയല്ലോ, ഇതിൽ പരം എന്ത് ആനന്ദമാണുള്ളത്. ദേവകിയും വസുദേവരും വളരെ സന്തോഷത്തോടുകൂടി കഴിഞ്ഞുകൂടി. അങ്ങനെയിരിക്കെ ഒരിക്കല് നാരദ മഹർഷി കംസനെ സന്ദർശിക്കുകയുണ്ടായി. കംസനിൽ നിന്നും എല്ലാ സംഭവങ്ങളും കേട്ടറിഞ്ഞ നാരദൻ, യാദവന്മാരും ഗോപന്മാരും പ്രായേണ ദേവാംശ സംഭവന്മാരും കംസാദികൾ അസുരാംശ സംഭവരുമാണെന്നും മായാവിയായ മഹാവിഷ്ണു ദേവന്മാരുടെ പ്രാർത്ഥന പ്രകാരം കംസനെയും മറ്റും വധിക്കുവാനായി ജനിക്കാൻ പോകുന്നുവെന്നും മറ്റും കംസനെ ധരിപ്പിച്ചു. അതു കേട്ട കംസന് യാദവരിലുള്ള ഭയാശങ്കയും വൈരവും വർദ്ധിച്ചു. അവൻ പിതാവായ ഉഗ്രസേനനെ സ്ഥാനഭ്രഷ്ടനാക്കി സ്വയം രാജാവായി. കൂടാതെ വസുദേവർക്ക് പിറന്ന ഓരോ സന്താനവും മഹാവിഷ്ണു ആയിരിക്കുമോ എന്ന ശങ്കയാൽ എല്ലാ കുട്ടികളെയും പാറമേലടിച്ച് കൊന്നുകളയുകയും വസുദേവരെയും ദേവകിയെയും തൻ്റെ ഗൃഹത്തിനുള്ളിൽ അടച്ച് ചങ്ങലക്കിടുകയും ചെയ്തു. എന്നു മാത്രമല്ല, അവൻ പ്രലംഭകൻ, ബഗൻ, ചാണൂരൻ, മുഷ്ടികൻ, അരിഷ്ടൻ തുടങ്ങിയ അസുരന്മാരുടെയും ജരാസന്ധൻ തുടങ്ങിയ രാജാക്കന്മാരുടെയും സഹായത്തോടെ യാദവന്മാരെ കണക്കിലധികം ദ്രോഹിക്കുകയുമുണ്ടായി. അവർ കുരുക്ഷേത്രം, പാഞ്ചാലം, കേകയം, വിദർഭ മുതലായ സ്ഥലങ്ങളിൽ പോയി അഭയം പ്രാപിച്ചു. ഇപ്രകാരം കംസൻ ദുഷ്ടപ്രവൃത്തികളൊക്കെ ആരംഭിച്ചപ്പോൾ വിഷ്ണു ഭഗവാൻ തൻ്റെ അവതാരത്തിനുള്ള സമയമായെന്ന് തീരുമാനിച്ചു. അനന്തരം തൻ്റെ തന്നെ അംശമായ ആദിശേഷാംശം കൊണ്ട് ദേവകിയുടെ 7ാമത്തെ ഗർഭത്തിൽ പ്രവേശിച്ചു. ആ അവസരത്തിൽ വിഷ്ണു ഭഗവാൻ തൻ്റെ യോഗമായ ദേവിയോട് ദേവകിയുടെ ഉദരത്തിലുള്ള ശേഷാംശമായ ഗർഭത്തെ നന്ദഗോകുലത്തിൽ വസിക്കുന്ന വസുദേവരുടെ മറ്റൊരു പത്നിയായ രോഹിണിയുടെ ഗർഭത്തിലേക്ക് മാറ്റുവാനും ആവശ്യപ്പെട്ടു. അതോടൊപ്പം വിഷ്ണു ഭഗവാൻ യോഗമായ ദേവിയോട് മറ്റൊരു കാര്യം കൂടി പറഞ്ഞു. സ്വയം ദേവി നന്ദഗോപരുടെ പത്നിയായ യശോദയുടെ ഗർഭത്തിൽ പ്രവേശിച്ചിട്ട് പുത്രിയായി ജനിക്കുവാൻ പറഞ്ഞു. ദേവകിയുടെ ഗർഭപാത്രത്തിൽ നിന്ന് രോഹിണിയുടെ ഗർഭപാത്രത്തിലേക്ക് മാറ്റപ്പെട്ട ശേഷാംശമായ ഗർഭം പൂർണ്ണമാകുകയും രോഹിണി നന്ദഗ്രഹത്തിൽ വെച്ചൊരു ആൺകുഞ്ഞിനെ പ്രസവിക്കുകയും ചെയ്തു. ഭാദ്രപദ മാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ ഷഷ്ടി ദിവസമായിരുന്നു അത്. അതായത് ശ്രീകൃഷ്ണ ജനനത്തിന് 2 ദിവസം മുൻപ്. ആ ശിശുവാണ് ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനായ ബലരാമൻ എന്ന പേരിൽ പുരാണ പ്രസിദ്ധനായത്. ബലരാമനും മഹാവിഷ്ണുവിൻ്റെ അംശമാകയാൽ ദശാവതാരങ്ങളിൽ 8ാമത്തേതായിട്ട് കണക്കാക്കപ്പെടുന്നു. അനന്തരം വിഷ്ണു ഭഗവാൻ സ്വയം വസുദേവരുടെ മനസ്സിൽ പ്രവേശിച്ചു. ആ ഭഗവതംശത്തെ ദേവകി തൻ്റെ മനസ്സുകൊണ്ട് തന്നിലേക്ക് പകർന്നു. അങ്ങനെ ഭഗവാൻ ദേവകിയുടെ ഉദരം തൻ്റെ വാസസ്ഥാനമാക്കി. അതായത് ദേവകി തൻ്റെ 8ാമത്തെ ഗർഭത്തിൽ ഭഗവാനെ ധരിച്ചുവെന്ന്. ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചപ്പോഴേക്കും ദേവകിക്ക് എന്തെന്നില്ലാത്ത ഒരു ശോഭയുള്ളതായി കംസനും മറ്റുമൊക്കെ അനുഭവപ്പെട്ടു കേട്ടോ. തൻ്റെ പ്രാർത്ഥനയനുസരിച്ച് ഭഗവാൻ ഭൂമിയിൽ അവതരിക്കാൻ പോകുന്നുവെന്നറിഞ്ഞ ബ്രഹ്മാവ് പരമശിവനോടും നാരദാദി മഹർഷിമാരോടും ചേർന്ന് ഭഗവാനെ സ്തുതിച്ചു. ചിങ്ങമാസത്തിലെ കൃഷ്ണപക്ഷത്തിലെ അഷ്ടമി തിഥിയും ബ്രഹ്മാവ് ദേവതയായ രോഹിണി നക്ഷത്രവും ഒത്തുചേരുന്ന ശുഭമുഹൂർത്തം സമാഗതമായി. അതായത് ഭഗവാന്റെ അവതാര മുഹൂർത്തമായി. ഭഗവാന്റെ അവതാരത്തെ പഞ്ചഭൂതങ്ങളും തങ്ങളുടെ പ്രകൃതിക്കൊത്ത് സ്വാഗതം ചെയ്തു. ഭൂമിയിലെ ഗ്രാമങ്ങൾ, നഗരങ്ങൾ, ഖനികൾ എല്ലാം തന്നെ മംഗളവസ്തുക്കളാൽ പൂരിതമായി. നദികളിലും മറ്റും സ്വച്ഛജലം നന്നായി ഒഴുകി. ജലാശയങ്ങൾ താമരപ്പൂക്കളെ വിരിയിച്ച് ആ മുഹൂർത്തത്തെ തന്നെ വരവേറ്റു. ഉത്തമ ബ്രാഹ്മണരുടെ ത്രേതാഗ്നികൾ കത്തിജ്വലിച്ചു. വായുവാകട്ടെ പുണ്യഗന്ധത്തോടെ ശുചിയായി സുഖസ്പർശം നൽകുമാറ് മന്ദം മന്ദം വീശി. നിർമ്മലമായ ആകാശം നക്ഷത്രദീപങ്ങൾ കൊളുത്തിയും പെരുമ്പറയുടെ ശബ്ദത്താലും ഭഗവാന്റെ ആഗമനത്തെ കാത്തിരുന്നു. മേഘങ്ങൾ മന്ദം മന്ദമായി ജലം വർഷിച്ചുകൊണ്ടിരുന്നു. വനപ്രദേശങ്ങൾ പക്ഷികളുടെ കളകൂജനത്താലും
വണ്ടുകളുടെ മുരളലുകൾ കൊണ്ടും മുഖരിതമായി. അർദ്ധരാത്രി സമയം വന്നപ്പോൾ ചന്ദ്രൻ ഉദിച്ചു പൊങ്ങി. സജ്ജനങ്ങളുടെ മനസ്സുകളിലെല്ലാം എന്തെന്നില്ലാത്ത ഒരു ആഹ്ലാദത്തള്ളൽ അനുഭവപ്പെട്ടു. ആ അവസരത്തിൽ ഭഗവാൻ ദേവകിയുടെ ഗർഭത്തിൽ നിന്നും ആകാശത്തിൽ പൂർണ്ണചന്ദ്രൻ ഉദയം ചെയ്യുന്നത് പോലെ പുറത്തു വന്ന് ശോഭിച്ചു. ഒരു അത്ഭുത മനുഷ്യബാലന്റെ രൂപത്തിലായിരുന്നു ഭഗവാന്റെ ആവിർഭാവം. നീലത്താമര ഇതൾ പോലെ മനോഹരമായ കണ്ണുകൾ, ശംഖചക്ര ഗദാപങ്കജങ്ങൾ ധരിച്ച 4 തൃക്കൈകൾ, മാറിൽ ശ്രീവത്സമെന്ന അടയാളം, കഴുത്തിൽ കൗസ്തുഭരത്നം, അരയിൽ മഞ്ഞപ്പട്ട്, സാന്ദ്രമായ മേഘത്തിൻ്റെ വർണ്ണമാർന്ന ശരീരം, അമൂല്യരത്നങ്ങൾ പതിച്ച കിരീടം ധരിച്ച ശിരസ്, മകരകുണ്ടലങ്ങൾ അണിഞ്ഞ കാതുകൾ, നീലിമയാർന്ന ചുരുണ്ടു കിടക്കുന്ന കേശഭാരം, വളകളും തോൾവളകളും ധരിച്ച ബാഹുക്കൾ എന്നിവയോടുകൂടി ആ ബാലനെ വസുദേവരും ദേവകിയും കൺകുളിർക്കെ കണ്ടു. സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ രൂപത്തിൽ തങ്ങളുടെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ട ആ ബാലനെ പിതാവായ വസുദേവരും മാതാവായ ദേവകിയും ആനന്ദബാഷ്പം തൂക്കിക്കൊണ്ട് ഗദ്ഗദ കണ്ഠത്തോടും രോമാഞ്ചമണിഞ്ഞ ദേഹത്തോടും കൂടി മുക്തകണ്ഠം സ്തുതിച്ചു. ഒന്ന് ഓർത്തു നോക്കിക്കല്ലേ, എത്ര സന്തോഷകരമായിരിക്കും, പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമായിരിക്കും ആ ഒരു സമയത്ത് ദേവകിക്കും വസുദേവർക്കും ഉണ്ടായത്. ഭഗവാൻ സ്വയം തങ്ങളുടെ പുത്രനായി ജനിക്കുക എന്ന ഇതിൽ പരമൊരു അനുഗ്രഹം അവർക്ക് വേറെ കിട്ടാനില്ല. അവരുടെ ആ സ്തുതി കേട്ട് സന്തുഷ്ടനായ ഭഗവാൻ അവരുടെ 2 മുജ്ജന്മങ്ങളിലും താൻ അവരുടെ പുത്രനായി ജനിച്ചിരുന്നുവെന്ന് അവരെ ബോധ്യപ്പെടുത്തി. നന്ദഗോകുലത്തിൽ നന്ദഗോപരുടെ പത്നിയായ യശോദ ഒരു പെൺകുഞ്ഞിനെ പ്രസവിച്ചിട്ടുണ്ടെന്നും ഉടനെ തന്നെ തന്നെയും ആ കുഞ്ഞിനെയും പരസ്പരം മാറ്റിക്കിടത്തണമെന്നും ഭഗവാൻ വസുദേവരോട് നിർദ്ദേശിച്ചു. അനന്തരം ദേവകിയുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ ഒരു സാധാരണ മനുഷ്യ ശിശുവിൻ്റെ രൂപം കൈക്കൊണ്ടു. വസുദേവര് ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം കുഞ്ഞിനെയും കൊണ്ട് ഗോകുലത്തിലേക്ക് പുറപ്പെട്ടു. ആ അവസരത്തിൽ അടഞ്ഞു കിടന്നിരുന്ന കവാടങ്ങളൊക്കെ തന്നെ തുറന്നു. അദ്ദേഹത്തിൻ്റെ കാലുകളിൽ ഉണ്ടായിരുന്ന ചങ്ങലകള് താനെ അഴിയുകയും ചെയ്തു. അപ്രകാരം പുറപ്പെട്ട വസുദേവർക്ക് ആദിശേഷൻ തൻ്റെ ഭണങ്ങൾ കൊണ്ട് കുട പിടിച്ചു. ഭണങ്ങളിലുള്ള രത്നങ്ങളുടെ ശോഭ കൊണ്ട് വഴി കാണിച്ചു കൊടുത്തു. പോകുന്ന വഴിയിൽ ഉണ്ടായിരുന്ന ഭയാനകമായി കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന കാളിന്തി നദി തൻ്റെ ജലത്തെ 2ആയി പിരിച്ചിട്ട് അദ്ദേഹത്തിന് മാർഗം നൽകി. വസുദേവര് ഭഗവാനെയും കൊണ്ട് നന്ദഗോപരുടെ ഗൃഹത്തിലെത്തി. അവിടെയാകട്ടെ പ്രസവം കഴിഞ്ഞ യശോദയടക്കം എല്ലാവരും ഉറക്കത്തിലായിരുന്നു. യോഗമായയുടെ വൈഭവത്താൽ പ്രസവം കഴിഞ്ഞ ക്ഷീണത്താലും തൻ്റെ കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പോലും യശോദ അറിഞ്ഞില്ല. വസുദേവര് ആരും അറിയാതെ തൻ്റെ കയ്യിലുള്ള ആ കുഞ്ഞു ബാലനെ യശോദയുടെ പ്രസവ തൽപ്പത്തിൽ കിടത്തി. അവിടെ കിടന്ന പെൺകുട്ടിയെയും കൊണ്ട് തൻ്റെ ഗൃഹത്തിൽ തിരിച്ചു വന്നിട്ട് ആ കുട്ടിയെ ദേവകിയുടെ അടുത്തും കിടത്തി. അപ്പോഴേക്കും കവാടങ്ങളൊക്കെ അടഞ്ഞു കേട്ടോ. തൻ്റെ കാലിലെ ചങ്ങലയും പൂർവ്വസ്ഥിതിയിലായി. ദേവകിയുടെ അടുത്ത് കിടന്ന കുഞ്ഞ് ഉറക്കെ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട് കംസഭൃത്യന്മാർ ഉണർന്ന് ദേവകി പ്രസവിച്ചു എന്ന വിവരം കംസനെ അറിയിച്ചു. ആ ശിശുവാണല്ലോ തൻ്റെ അന്ധകനെന്നും അതിനെ ഉടനെ തന്നെ വകവരുത്തണമെന്നും ഒക്കെ ചിന്തിച്ചുകൊണ്ട് പരിഭ്രാന്തനായിട്ട് അഴിഞ്ഞ തലമുടി പോലും കെട്ടാതെ ഓടിയെത്തിയ കംസൻ തൻ്റെ സഹോദരിയുടെ കയ്യിൽ ഒരു പെൺകുട്ടിയെ കണ്ടിട്ട് അന്താളിച്ചു പോയി. എൻ്റെ കുഞ്ഞ് ഒരു പെൺകുട്ടിയാണല്ലോ, അതിനെയെങ്കിലും എനിക്ക് വിട്ടുതരൂ എന്ന് ദേവകിയുടെ ദയനീയമായ അഭ്യർത്ഥനയെ തെല്ലുപോലും മാനിക്കാതെ അവൻ നിർദ്ധയം ആ കുഞ്ഞിനെ കാലിൽ പിടിച്ച് പാറമേലടിക്കാൻ പുറപ്പെട്ടു. എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ, ആ ശിശു കംസന്റെ കയ്യിൽ നിന്നും തെറിച്ച് മേൽപോട്ടുയർന്നു. സർവാലങ്കാരയുക്തവും ആയുധങ്ങളേന്തിയ അഷ്ടബാഹുക്കളോട് കൂടിയതുമായ ശരീരത്തോടുകൂടി ആകാശത്തിൽ പ്രകാശിക്കുകയും ചെയ്തു. മാത്രമല്ല, യോഗമായയുടെ അവതാരമായ ആ ദേവി കംസനോട് പറഞ്ഞു, ഒരു സ്ത്രീയായ എന്നോട് നീ പരാക്രമം കാണിക്കുന്നുവോ? നിന്റെ അന്തകൻ ഭൂമിയിൽ ഒരിടത്ത് ജനിച്ചു കഴിഞ്ഞു. നീ തന്നെ തിരഞ്ഞ് കണ്ടുപിടിച്ചു കൊള്ളുക.
എന്നിങ്ങനെ ഉച്ചത്തിൽ അരുളി ചെയ്തിട്ട് അപ്രത്യക്ഷമായി. കംസനാകെ പേടിച്ചു വിറച്ചു. ആ നാട്ടിൽ ജനിച്ച ശിശുക്കളെയെല്ലാം എങ്ങനെയെങ്കിലും വധിച്ചു കളയുവാനായിരുന്നു കംസന്റെ നിർദ്ദേശം. ആ കൂട്ടത്തില് തൻ്റെ അന്തകനായ ബാലനും വധിക്കപ്പെടുമല്ലോ എന്നായിരുന്നു അവന്റെ കണക്കുകൂട്ടല്. കംസന്റെ ആജ്ഞ ശിരസാ വഹിച്ചുകൊണ്ട് ഓരോ അസുരനും ശിശുഹത്യ നടത്താൻ സഞ്ചരിച്ചു തുടങ്ങി. സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ കണ്ണൻ അതാ അമ്പാടിയിലുണ്ട്. പക്ഷേ ആർക്കും അറിയില്ല. കണ്ണൻ്റെ അവതാരകഥ കേട്ട എല്ലാവർക്കും ഇഷ്ടകാര്യ ഫലപ്രാപ്തി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവിടെ ഈ ഒരു കഥ നിർത്തുകയാണ്. എന്നെ ഇത്രയും നേരം ശ്രവിച്ച എല്ലാവർക്കും ഭഗവാന്റെ നാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു കഥയുമായി വീണ്ടും വരാം. ഹരേ കൃഷ്ണ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.